ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 പേര് എന്നോട് വീഡിയോയിൽ കമൻറ്റൊക്കെ ഇട്ട് ചോദിച്ചിരുന്നു, ഞങ്ങളുടെ ചേച്ചിയുടെ വീടൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരുമോ, വീട് എങ്ങനെയാണ്, എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, വാടകയ്ക്കാണോ, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വീട് ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ചെറിയൊരു വീടാണ്, ഞാൻ താമസിക്കുന്നത് വാടകയ്ക്കാണ് കേട്ടോ. എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ താമസിക്കുന്ന വീടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ വീട്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങൾ വാടകയ്ക്കാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറിപ്പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടൊക്കെ. ഇവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മോൻ്റെ സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോവാം. ഡോറ് തുറന്ന് കഴിഞ്ഞാൽ തന്നെ നേരെ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സംഭവമാണ് കേട്ടോ, വരാന്ത പോലെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഈ കർട്ടൻ ഇട്ടിട്ടുള്ളത് ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് ബെഡ്റൂമാണ്, പക്ഷേ ഇത് ഓണറിൻ്റെ, ഈ വാടക താമസിക്കുന്നവരുടെ ഓണറിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു റൂമാണ്. അത് നമുക്ക് തുറന്ന് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വരാന്തയാണ്, സിറ്റ് ഔട്ട് എന്ന് പറയാം. ഇവിടെ തയ്യൽ മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ടേബിളുണ്ട്, ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു റൂമാണ് കേട്ടോ അത്, അധികം സ്പേസ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. മുകളിൽ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. മോൻ്റെയൊക്കെ ട്രോഫികളും കാര്യങ്ങളൊക്കെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. സ്പേസ് ഒന്നും, ചെറിയൊരു അലമാരയും കൂടി ഇട്ടതിന് അധികം സ്പേസ് ഒന്നുമില്ല. ചെറിയൊരു ഷെൽഫും ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു റൂമാണ് കേട്ടോ അത്. ഫാനൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ മുകളിൽ തട്ടും, അപ്പോൾ മുകളിൽ ഫാനൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ഫാൻ ഇവിടെയുണ്ട്. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹാളിലേക്ക് നമുക്ക് ചെല്ലാം കേട്ടോ. മെയിൻ ഹാള് ലൈറ്റ് ഇടട്ടെ. യെസ്, മെയിൻ ഹാളാണ്. അവിടെ ഫ്രിഡ്ജ്, പിന്നെ ഒരു അലമാരയുണ്ട്, ടി വി യൂണിറ്റ്, പ്രയർ ഏരിയ, വേറൊരു അലമാര, പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടത്. പിന്നെ ഇവിടെ ഞങ്ങൾ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു റൂമുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഓപ്പൺ ചെയ്യണ്ടല്ലോ. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ അകത്ത്. നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണും അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചണാണ്. അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളിവിടെ തന്നെ ഒരു ഡോറുണ്ട്. അത് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയാം. പക്ഷേ ഇവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത് അടുപ്പാണ്. നമ്മൾ അധികം അടുപ്പ് യൂസിങ് ഒന്നുമില്ല. ചെറുപ്പം ചൂടുവെള്ളം മാത്രം വയ്ക്കും, ജസ്റ്റ് ഒരു അടുപ്പ് മാത്രം. പിന്നെ നമുക്ക് പുറത്തേക്കുള്ള എൻട്രിയാണ് കേട്ടോ ഇവിടെ. എൻ്റെ കൈസ് പുറത്തേക്കുള്ള എൻട്രിയാണ്. ഫുൾ ടൈം ഇവിടെ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയൊരു ഭവനം. ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതേ ബാക്കിലൊക്കെ ഇങ്ങനെ നിറച്ച് ഫുള്ള് ചുറ്റും റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇവിടെ ഒരു അമ്മിത്തറയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഉപയോഗിക്കുന്നൊന്നുമില്ല കേട്ടോ. അവിടെ കണ്ട അറ്റത്തൊരു ടാങ്കൊക്കെ ഉണ്ട്, വെള്ളം നമ്മൾ അവിടെ നിന്ന് ടാങ്ക് ഇരിപ്പുണ്ട്. കിണർ ഈ പറമ്പിലായിട്ടൊരു കിണറുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട്. അവിടെ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെയായിട്ട് വരും കേട്ടോ. ഇതിൽ നമുക്ക് വണ്ടികളൊക്കെ, ഈ സ്പേസിൽ കൂടെ നമുക്ക് വണ്ടികളൊക്കെ കടത്താം. നമ്മൾ നടന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ നേരെ കാണുന്നതാണ് കേട്ടോ വഴി. ഫുള്ള് ചുറ്റും ഇങ്ങനെ റബ്ബറും തോട്ടം കാര്യങ്ങൾ, ഫുൾ മയിലാണ് ഏത് നേരം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീട് ഇഷ്ടമായോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.